അഫീഷ്യൽ അല്ലാതുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഒന്നും പറയാറുള്ളത്. അല്ല, പ്രൈവേറ്റ് ഫങ്ഷൻസ് അത് പറ്റി നമുക്ക് ഒന്നും കമൻറ്റ് ചെയ്യില്ല. ഓക്കെ, സോ പ്രൈവേറ്റ് ഫങ്ഷൻസ് വേറെ എന്തെങ്കിലും ഉണ്ടായിക്കാണ്, അത് പറ്റി ഐ ഡോണ്ട് ഹാവ് എനി കമൻറ്റ്. അല്ല, തുഫാൻ ഉള്ളത് നമുക്കൊരു ലഹരിക്കെതിരായിട്ട് പബ്ലിക്കും പ്രൈവേറ്റും അധ്യാപകർ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അതൊക്കെ എതിരായിട്ട് നടக்கூடிய ഒരു ഗവൺമെൻറ്റുடைய പ്രോഗ്രാമാണ്. അതിനുடைய ഫങ്ഷൻസ് പോലീസ് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഭാരത് മാതാ കോളേജിലൊക്കെ മിനിസ്റ്ററൊക്കെ വെച്ച് യോഗം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് സ്റ്റുഡൻസും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പിന്നെ ഒരുപാട് വാളണ്ടിയർ ഓർഗനൈസേഷൻ ഈവൻ നമുക്ക് നടന്നിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡ്സ് റെസിഡൻസ് അസോസിയേഷൻ ഇവരൊക്കെ വിളിച്ചിട്ട് അവർ ഒരു തുഫാൻ വാരിയറായിട്ട് ഉള്ള വാളണ്ടിയറായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ യോഗം ചെയ്തിട്ടുണ്ട്. അതിനോട് ഭാഗമായിട്ട് മുൻപോട്ട് പോകുന്നതാണ്. സോ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ എന്നോട് നേതൃത്വത്തിൽ വന്നിട്ടില്ല. മറ്റേ വി ആർ നോട്ട് നോട്ടീസ്ഡ് എനിത്തിങ് ഓഫ് ദാറ്റ്. അല്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഗുണ്ടകളൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് അറിയും അവരെന്താ പറയുന്നുണ്ടല്ലോ. എന്ത് സഹായം വേണം? അല്ല അല്ല, ഗവൺമെൻറ്റുടെ ലഹരി എന്ന് പറയുന്നത് വളരെ വിട്ടുള്ള കാര്യമാണ്. അതിൽ പോലീസും ഉദ്യോഗസ്ഥർ മാത്രം അതിനുடைய സപ്ലൈ ചെയിൻ നമുക്ക് കട്ടയിൽ ചെയ്യാൻ പറ്റും. അതിൽ പെടக்கூடிய ആൾക്കാർ നമുക്ക് നേതൃത്വം അനുസരിച്ച് മറ്റേ NDPS ആക്ടുണ്ട്, പിന്നെ PITS NDPS ആക്ടുണ്ട്. ഇതിനനുസരിച്ച് നമുക്ക് അവർക്ക് ഡീറ്റെയിലൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവരുടെയും സ്റ്റുഡൻസും ഉപയോഗിക്കാറുള്ള ആൾക്കാരുടെ ഒരു മാറ്റം വന്നാലേ അത് കട്ടൽ ചെയ്യാൻ പറ്റും. അതാണ് തുഫാനുடைய ബേസിക്കായിട്ടുള്ള മെസ്സേജ്. ഇപ്പം സ്കൂൾ സ്റ്റുഡൻസും ഇല്ല കോളേജ് സ്റ്റുഡൻസ് ഇല്ല പൊതുവായിട്ടുള്ള എല്ലാ ആൾക്കാരും റെസിഡൻസ് അസോസിയേഷൻ ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്നാലും നമുക്കതിനെതിരായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതിനുடைய ഭാഗമായിട്ട് വേറെ ആരെയും പറഞ്ഞെങ്കിൽ ഗുണ്ടാക്കൾ ലഹരിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. അതിൽ യാതൊരു കുഴപ്പമില്ല.